അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അട്ടപ്പാടിയിൽ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ മഞ്ഞൾ വിളഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ രാജാമണി ചേച്ചിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഈ റോട്ടിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കുത്തനുള്ളൊരു ഇറക്കമാണ്. ആ ഇറക്കത്തിൻ്റെ അറ്റത്തായിട്ടാണ് നമ്മുടെ മഞ്ഞൾ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി എളുപ്പമില്ല എന്നാണ് രാജാമണി ചേച്ചി ഇപ്പം എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തിട്ട് നന്നായിട്ട് ചെളിയുണ്ട്, വഴുക്കലുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക് പിടിച്ചൊരു വഴിയും കൂടിയാണിത്. അതിലപ്പുറം വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നിറയെ അട്ടകളാണ്. അപ്പോൾ ഈ അട്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാല് വെക്കുമ്പോഴേക്ക് തന്നെ അട്ടകൾ നമ്മുടെ കാലുമ്മ കയറുകയാണ്. അത് ഭയങ്കര പ്രശ്നം, അത് രക്ഷയില്ല. ഞങ്ങളുടെ കയ്യിൽ ഉപ്പൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലുമ്മ അത്രയും അധികം അട്ടകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ അതിന് ശേഷം എന്താ സംഭവിക്കണമെന്നൊന്ന് നോക്കട്ടെ. എന്തായാലും രാജാമണി ചേച്ചി ഉണ്ട് എൻ്റെ ഒപ്പം. രാജാമണി ചേച്ചിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടിലാണ്. എന്നാലും എൻ്റെ മഞ്ഞൾ കാണണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ് എനിക്ക്. പക്ഷെ എന്തായാലും ആ മഞ്ഞളൊന്ന് എത്ര ഉയരത്തിൽ വന്നിട്ടുണ്ടെന്നൊന്നും എനിക്ക് തൊട്ട് വെക്കാൻ എന്തായാലും പറ്റില്ല. ഇവിടുന്ന് ഇവരൊക്കെ പറയുന്നതിനനുസരിച്ച് എനിക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇത് നന്നായിട്ട് മഴയും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സന്ധ്യ സമയമാണ്. അപ്പോൾ നന്നായിട്ട് മഴയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് കയറി വരിക എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. അങ്ങോട്ട് ഇറങ്ങിപ്പോയി പിന്നെയും വേഗത്തിലെത്തും. പക്ഷെ തിരിച്ച് കയറൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നല്ല മഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ മഴ ഫുള്ള് ഞങ്ങൾ കൊള്ളേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടം വരെ വന്നപ്പോൾ തന്നെ എൻ്റെ കാലിലൊക്കെ നിറയെ 5-6 കയറി. വെള്ളത്തിൻ്റെ അടുത്ത് കുറവാ. ഇവിടെ എത്തിയപ്പോൾ അതേ നിറയെ അട്ടയാണ്. അപ്പോൾ എന്തായാലും അട്ടേനെ അധികം പേർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അട്ടേനെ കൂടുതൽ കാണിക്കുന്നില്ല. അപ്പോൾ അട്ടേനെ കാണണ്ടോ എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അട്ടയുടെ കാര്യങ്ങൾ ഞങ്ങൾ കൂടുതൽ വിഷ്വൽ കാണിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പം എന്തായാലും ഞങ്ങൾ തിരിച്ച് കയറുകയാണ്. കാരണം ഇനി അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അട്ടകളാണ്, കൂടുതലാണ് അട്ടകൾ. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് കയറുകയാണ്. അപ്പോൾ ഇനി വന്ന വഴി എന്തായാലും തിരിച്ച് കയറാൻ പറ്റില്ല. കാരണം ഈ ദേശത്തിൻ്റെ വഴികളൊന്നും എനിക്കറിയില്ല. മഴയും വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ച് കയറുക എന്നുള്ളതാണ്. പക്ഷെ വന്ന വഴിയൊന്നുമല്ല. ഇതേ പോകുന്ന വഴിയിൽ ഇതേ നമ്മുടെ ഇലക്ട്രിക് കമ്പികളുണ്ട് ഇവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാന്, പന്നി അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങളും കൂടി ഇറങ്ങുന്നൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ എന്തായാലും 6 മണിയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിക്കയറാൻ പറ്റില്ലായിരുന്നു. എന്തായാലും 6 മണിക്ക് മുൻപായത് കാരണം കൊണ്ട് എനിക്ക് കമ്പികളുടെ ഇടയിൽ കൂടെ കയറി ഞാൻ എന്തായാലും സേഫായിട്ടുള്ള സ്ഥലത്തെത്തി. എന്തായാലും മഴ ഫുള്ളായിട്ട് നനഞ്ഞു. അതെ, ഇന്നിപ്പോൾ ഞങ്ങൾ അട്ടപ്പാടി വന്നിട്ട് ഇത്രയും തവണ വന്നിട്ട് ഒറ്റ ദിവസം പോലും നമ്മുടെ മേത്ത് അട്ട കയറി ഉണ്ടായിരുന്നില്ല കാലുമ്മ. ഇന്നിപ്പോൾ അതേ ഇറങ്ങി കുറച്ച് ദൂരം പോയപ്പോഴേക്കും തന്നെ 10-15 അട്ടേനെ കാലുമ്പോൾ കയറിയത്. അപ്പം ഇനി അങ്ങോട്ട് താഴത്തേക്ക് എന്തായാലും ഇറങ്ങി പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലാണ് വലിയ വലിയ അട്ടകൾ, വലുതും ചെറുതും അതിൻ്റെ ഇടയിലുള്ളതും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് അട്ടകളുണ്ട്. അപ്പോൾ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. കാരണം ഇനി വേറൊരു ദിവസം വരാം. കാരണം മഴ കാരണം കൊണ്ട് എല്ലാ അട്ടകളും പുറത്തേക്ക് കയറി. പിന്നെ നമ്മൾ അവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് ചുറ്റും നിറച്ച് കയറി വരികയാണ്. അത്രയ്ക്കും ഡേഞ്ചറായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഇന്നത്തെ വിസിറ്റ് നിർത്തി വെച്ചിട്ട് സന്തോഷമായിട്ട് നിർത്തി വയ്ക്കുകയാണ്. വേറൊരു ദിവസം വരാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇന്ന് നിർത്തുന്നത്.